അഡ്വക്കേറ്റ് ബി.ജി. വിഷ്ണു, ഈ വിഷയം ഇത്രയും സമൂഹത്തിൽ ചർച്ചയായതിനു ശേഷവും RSSനൊരു വിശദീകരണക്കുറിപ്പ് ഇറക്കാമല്ലോ. എന്തിനാണ് RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കൂടി സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുകയാണ്? എന്താണ് ഇയാൾ വന്ന് സംസാരിച്ചത്? നിങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു ഡബിൾ ഏജന്റിനെ സൃഷ്ടിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് അതീവ അപകടകരമാണ്. RSSന്റെ പ്രതിനിധികളൊന്നും ഇതുവരെ പ്രതികരിച്ച് കണ്ടില്ലെന്ന് മാത്രവുമല്ല, ആദ്യഘട്ടത്തിൽ ഈശ്വരൻ്റെ പ്രതികരണം വന്നു. ഈശ്വരൻ്റെ പ്രതികരണം കണ്ടിട്ടില്ല എന്ന ഒരു കള്ളം പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഗുരുതരമായ വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് തുറന്നു പറയാമല്ലോ. അല്ല അരുൺകുമാർ, കേരളത്തിലെ CPMൻ്റെയും BJPയുടെയും മാധ്യമത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമത്തിൽ ആങ്കർമാരെല്ലാം പലപ്പോഴും RSSന് ഉള്ള പ്രതികരണങ്ങളൊക്കെ നടത്തുന്നത് അന്ധനാനയെ കണ്ടതുപോലെയാണ്. അവർക്ക് RSS എന്താണെന്നോ RSSൻ്റെ പ്രവർത്തന ശൈലി എന്താണെന്നോ രീതി എന്താണെന്നോ ബഹുഭൂരിപക്ഷം പേർക്കും അറിയില്ല എന്നുള്ളതാണ് വസ്തുത. അവർ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുമില്ല. ശ്രമിച്ചിട്ടുള്ളവരാരും അത് സത്യസന്ധമായി പുറത്തേക്ക് വിടാറില്ല. കാരണം എപ്പോഴും RSSനെ പ്രതിക്കൂട്ടിൽ നിർത്താനും RSSനെ ആക്ഷേപിക്കാനും ഒക്കെയാണ് ഇവിടുത്തെ മാധ്യമങ്ങളും കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളത് വസ്തുതാപരമായ യാഥാർത്ഥ്യമാണ്. RSS ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. എല്ലാ ദിവസവും രാവിലെ പത്രസമ്മേളനം നടത്തുകയോ കാര്യങ്ങൾ വിശദീകരിക്കുകയോ ചെയ്യേണ്ട ആവശ്യം RSSനില്ല. RSS നേതാക്കന്മാരെയും പ്രചാരകന്മാരും ഒക്കെ നിരവധി ആൾക്കാർ പലപ്പോഴും കേരളത്തിൽ വരാറുണ്ട്. സർസംഘചാലക് വന്നപ്പോൾ ഗവർണർ പോയി കണ്ടു. ഇങ്ങനെ പ്രചാരന്മാരൊക്കെ വരുമ്പോൾ പല മേഖലയിൽപ്പെട്ട പ്രമുഖന്മാരുമായിട്ടും നേരിട്ട് അവരെല്ലാം സംവദിക്കാറുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അവർ വിശദമായി ചർച്ച നടത്താറുണ്ട്. അങ്ങനെ RSS നേതാക്കന്മാർ വരുമ്പോൾ പല ഉന്നതരായ വ്യക്തികളും അവരെയൊക്കെ പോയി കാണാറുണ്ട്. അതിൽ കേരളത്തിലെ കോൺഗ്രസിന് ഇത്ര അസഹിഷ്ണുത എന്താണെന്ന് ചോദിച്ചാൽ അതിൽ പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ ഇപ്പോൾ ഇവിടുത്തെ സംസാരിക്കപ്പെടുന്ന ഈ ADGPക്കെതിരെ ഉയർന്ന അഴിമതി വിഷയങ്ങൾ, സ്വർണ്ണ പൊട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇങ്ങനെ നിരവധി മനുഷ്യനെ കൊന്ന വിഷയങ്ങൾ, കൊട്ടേഷൻ വിഷയങ്ങളെല്ലാം മാറ്റി നിർത്തി മുഖ്യമന്ത്രി രക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. എന്തുകൊണ്ടെന്നാൽ പുനർജനി കേസിലടക്കം മുഖ്യമന്ത്രിയുടെ സഹായം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മാസപ്പടി കേസിലടക്കം നിശബ്ദനായിരുന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് പോലും അതിൽ വിഭിന്നമായ അഭിപ്രായം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്ന നിലപാടും മുഖ്യമന്ത്രിയെ സഹായിക്കുന്ന നിലപാടെല്ലാം ഒരു വശത്ത് സമരം ചെയ്യുകയും മറുവശത്ത് സംരക്ഷിക്കുകയും ചെയ്യുന്ന നിലപാടാണ് പലപ്പോഴും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടാതെ RSS നേതാവിനെ പോയി കണ്ടു എന്ന് പറയുന്ന കാര്യം മാത്രം ചർച്ച ചെയ്യപ്പെടാനാണ് കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നത്. അത് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കോൺഗ്രസിന്റെ നിലവാരമില്ലാത്ത വില കുറഞ്ഞതാണ്. RSS നേതാക്കന്മാർക്ക് ആർക്ക് വേണമെങ്കിലും പോയി കാണാം. അതിന് യാതൊരു തടസ്സവുമില്ല. അവരോട് ആർക്ക് വേണമെങ്കിലും വിഷയങ്ങൾ സംസാരിക്കാം. ആ വിഷയങ്ങളിലെല്ലാം എന്ത് തീരുമാനമെടുക്കണം, എന്ത് നിലപാടെടുക്കണം എന്നൊക്കെ RSSന്റെ നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. ഒരുപാട് പ്രചാരകന്മാരും ഒരുപാട് IAS ഓഫീസർമാരും IPSകാരും റിട്ടയർഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ പോയി കാണാറുണ്ട്. നിങ്ങൾക്കറിയില്ലായിരിക്കാം, പക്ഷേ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അവരുമായിട്ടെല്ലാം നല്ല രീതിയിലുള്ള കാര്യങ്ങൾ അവർ സമ്മതിക്കാറുണ്ട്. ഈ പ്ലാനിംഗ് കമ്മീഷൻ അംഗമായിരുന്നപ്പോൾ CP ജോണുമായി സർസംഘചാലകുമായി നേരിൽ കണ്ടിട്ടുണ്ടല്ലോ. ഇങ്ങനെ വിവിധ തസ്തികളിൽ മീറ്റിംഗ് ആയിരുന്നു. അവിടെ പ്ലാനിംഗ് ബോർഡ് മെമ്പർ എന്ന നിലയിലാണ് അദ്ദേഹം സന്ദർശനം നടത്തിയത്. അതൊരു സ്വകാര്യ സന്ദർശനമായിരുന്നില്ല CP ജോണിൻ്റേത്. അഡ്വക്കേറ്റ് ബി.ജി. വിഷ്ണു, ഒരു നിമിഷം. അഡ്വക്കേറ്റ് ബി.ജി. വിഷ്ണു, താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ ഇതിൽ RSS ഈ ഘട്ടത്തിലെങ്കിലും ഒരു വിശദീകരണം നൽകേണ്ടതുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നില്ലേ? എന്താണ് ദത്താത്രേയ ഹൊസബളയും ADGPയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച സംഭാഷണ വിഷയമായത്? അല്ല, മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾക്കനുസരിച്ച് പത്രസമ്മേളനം നടത്തുന്ന സംഘടനയല്ല RSS എന്നുള്ളതാണ് ആദ്യമായി അരുൺകുമാർ ഉദ്ദേശിക്കുന്ന സമയത്ത് അത് കൃത്യമായി മൂന്ന് തവണ നിരോധിക്കപ്പെട്ട സംഘടന, അതിൽ ഒരു തവണ മാറ്റി നിർത്തിയാൽ ഗാന്ധിവധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട 1948 നിരോധിക്കപ്പെട്ട സംഘടന, 92 ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം നിരോധിക്കപ്പെട്ട സംഘടന, അങ്ങനൊരു സംഘടനയുമായി ADGP എന്തൊരു കൂടിക്കാഴ്ച നടത്തി എന്നതാണ് ചോദിക്കുന്ന ചോദ്യം. സാങ്കേതികമായ ഒരു ചോദ്യം അതാണ്. അവിടെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ സ്വകാര്യ താല്പര്യത്തിലാണ് പോയതെങ്കിൽ കാര്യങ്ങൾ മാത്രമേ അരുൺകുമാറെ താങ്കൾ പറയുന്നുള്ളൂ. DGPമാരുണ്ട്, മുഖ്യമന്ത്രിമാരുണ്ട്, കേന്ദ്രമന്ത്രിമാരുണ്ട്, കേന്ദ്ര കേഡറിൽ പ്രവർത്തിക്കുന്ന വിവിധ IAS IPS IFSകാരൊക്കെ RSS നേതാക്കന്മാരെ കാണാറും സംസാരിക്കാറും ഒക്കെ ഉണ്ടെന്ന്. അതിനെല്ലാം എല്ലാ ദിവസവും പത്രക്കുറിപ്പ് ഇറക്കാൻ കഴിയുമോ? അല്ല, അതിന്റെ പരിണിത ഫലം എന്ന നിലയിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഭയം ജനിപ്പിക്കുന്ന രീതിയിൽ ക്രമസമാധാനത്തിന്റെ ചുമതല നിർവഹിക്കുന്നുണ്ടോ? ഇതാണ് സംശയം. അതാണ് NP ചിക്കുട്ടി ചോദിച്ചത്. അതിന്റെ പ്രതിഫലനം ഉണ്ടാവുന്നുണ്ടോ പോലീസിംഗിൽ? അങ്ങനെയാണെങ്കിൽ ഒരു സംഘവൽക്കരണം നടക്കുന്നുണ്ടോ? അതിനെ കൂടിക്കാഴ്ച സഹായിച്ചിട്ടുണ്ടോ എന്നതാണ് BG വിഷ്ണു ചോദ്യം.
അല്ല, അതിനുള്ള ഉത്തരം അത്തരത്തിൽ നടത്തേണ്ടത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഒരുക്കുന്ന മുഖ്യമന്ത്രിയാണ്. ഞങ്ങളല്ലോ, ഞങ്ങൾ പറഞ്ഞല്ലോ, സാങ്കേതികമായി നിങ്ങൾ വിശദീകരണം നൽകേണ്ടതില്ല. ഞാൻ ധാർമ്മികമായി മാത്രമേ ചോദിച്ചുള്ളൂ. കാരണം നിങ്ങളുടെ ക്യാമ്പിലേക്ക് ഒരാൾ വന്ന് നിങ്ങളുടെ നേതാവിനെ കണ്ടതിന് നിങ്ങൾ വിശദീകരണ കുറിപ്പ് ഇറക്കേണ്ട ആവശ്യമില്ല. നിങ്ങളാണ് പോയി കണ്ടതെങ്കിൽ ഒരു വിശദീകരണ കുറിപ്പിന്റെ ആവശ്യമുണ്ട്. പക്ഷെ നിങ്ങളത് ചെയ്തിട്ടില്ല. പ്രഭാരി വന്ന് കാണുന്ന സമയത്ത് ഇ പി ജയരാജനെ വെട്ടിലാക്കി നിങ്ങളുടെ സന്ദർശനമുണ്ടല്ലോ. ആ സന്ദർശനത്തിൽ ഇനിവരെയും വ്യക്തമായൊരു ഉത്തരം നൽകിയിട്ടില്ല പ്രകാശ് ജാവദേക്കർ. എന്തിനു കണ്ടു? എന്തിനാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം ചലിപ്പിക്കുന്ന രീതിയിൽ മകന്റെ പിറന്നാളിന് പോയി അവിടെ ഒരു കുഴപ്പമുണ്ടാക്കിയത്? അതിനൊന്നും പ്രകാശ് ജാവദേക്കർ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ വിശദീകരണം നൽകേണ്ടതില്ല. താങ്കൾ പറഞ്ഞത് ശരിയാണ്. അത് പാറമേക്കാവിലെ ക്യാമ്പിലേക്കാണ്. രാജ്യത്തെ ഒരു മുൻ കേന്ദ്രമന്ത്രിയും രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവുമാണ്. അദ്ദേഹത്തെ ആർക്ക് വേണമെങ്കിലും RSS നേതാക്കന്മാരെ കേന്ദ്രമന്ത്രിയായിരുന്നപ്പോഴല്ലോ കണ്ടത്. ബിജെപിയുടെ പ്രഭാരിയായിരുന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ആരാ? BG വിഷ്ണു, മുൻ കേന്ദ്രമന്ത്രിയുടെ BJP പ്രഭാരിയുടെ കൂടെ ഉണ്ടായിരുന്നത് ആരാ? നന്ദകുമാർ. എന്താ ദല്ലാൽ നന്ദകുമാറിന്റെ ചരിത്രം? ആ ദല്ലാൽ നന്ദകുമാറിനെ കൂട്ടി വേണോ BJPയുടെ പ്രഭാരിക്ക് ഒരു നേതാവിനെ ചാക്കി പിടിക്കാൻ പോവാൻ? അഡ്വക്കേറ്റ് BG വിഷ്ണു, ഇതാണോ നിങ്ങളുടെ ഈ വിശേഷാൽ സമ്പർക്ക പ്രമുഖന്റെ അല്ലെങ്കിൽ പ്രഭാരിയുടെ രാഷ്ട്രീയ ദൗത്യം? ദല്ലാൽ നന്ദകുമാർമാരാണോ നിങ്ങളുടെ പാർട്ടിയുടെ മീഡിയേറ്റേഴ്സ്?